ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം നാം ഒന്ന് പാഠമായി വായിച്ചാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ വാക്യം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നുക. ദൈവമേ സ്വർഗ്ഗസ്ഥനാമേ, വിദ്യാഭ്യാസ ഞായറായി ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി ജീവിതങ്ങളിലേക്ക് ഞങ്ങളുടെ തലമുറകൾ എത്തിച്ചേരും. ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾ കാഴ്ച. ചിന്തിക്കുന്ന വചനം ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും അനുഗ്രഹീതമായ അനുഭവമായി ഭവിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവിക സാന്നിധ്യം പകരുവാൻ, നേരായ പാതകളിലൂടെ ഞങ്ങളുടെ മക്കളെ വളർത്തുക. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങളെ ആത്മീയമായി ബലപ്പെടുത്തുന്നതും നല്ല ചിന്തകളിലൂടെ വഴി നടത്തുന്നതുമായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ ആരാധിക്കുവാൻ പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ഏറ്റവും സന്തോഷകരമായ ജീവിത അനുഭവങ്ങളിലേക്ക് വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരാധന എന്ന് പറയുന്നത് ദൈവ സന്നിധിയിലുള്ള സമ്പൂർണമായ സമർപ്പണം. ദൈവത്തോട് നന്ദിയുള്ളവർ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന സൗരഭ്യവാസനയുള്ള യാഗമാണ് ആരാധന. അത് എങ്ങനെയെങ്കിലും നിർവഹിക്കുക എന്നുള്ളതല്ല, പിന്നെയോ അത് ഏറ്റവും മഹത്തരമായ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കണം. അതായത് ദൈവത്തെ ആരാധിക്കുന്നവർ അലസതയോടുകൂടെയോ അലംഭാവത്തോടുകൂടെ അല്ല, പിന്നെയോ ഉത്സാഹത്തോടെ എന്നും എന്നെ നടത്തുന്ന എന്റെ ദൈവം, ആ ഒരു മനോഭാവത്തോടെ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ആലയങ്ങളൊക്കെ നിറഞ്ഞു കവിയും. ഇത് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ നാം എന്തിന് ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ഒരു ചോദ്യം പലരുടെയും ഹൃദയത്തിലേക്ക് ഉയർന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ലോകത്തിലേക്ക് നാം ഒന്ന് നോക്കുക. കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ദേശങ്ങളിലേക്ക് പേമാരികളും ചുഴലിക്കാറ്റുകളും വളരെ ഭയാനകമായ ജീവിതാനുഭവങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ദൈവം അവയിൽ നിന്നെല്ലാം അതിഭദ്രമായി നമ്മൾ സൂക്ഷിച്ചു. ആ ദൈവസ്ഥാനത്തിൽ അല്പമൊന്നിരിക്കുവാനും എന്നെ ഇന്നയോളം നടത്തിയ ദൈവത്തെ, ആ ദൈവത്തിന്റെ കരങ്ങളിൽ എന്നെ സമർപ്പിച്ച് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന ഒരു ആരാധന, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന ചില നിമിഷങ്ങളാണ് ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കുക. ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്. അവയേക്കാൾ ഉപരി നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. ആ ദൈവമാണ് ഇന്നും നമ്മെ നയിക്കുന്നത് എന്ന ഒരു ചിന്ത ആരാധനയിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ആത്മീയ ദാഹം നമുക്ക് നൽകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തെ ആരാധിക്കുവാൻ നാം അലംഭാവം കാണിക്കാതെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളെ അനുസരിച്ച് 6 ദിവസം അധ്വാനിച്ച് വേലൊക്കെ ചെയ്ത് 7-ാം ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ ഒരുക്കമുള്ള ആരാധന സമൂഹമായി രൂപാന്തരപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്താവിഷയം യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം എന്നുള്ളതാണ്. ഇന്ന് വിദ്യാഭ്യാസ ഞായർ, അതായത് വിദ്യാർത്ഥികൾക്കായുള്ള ഒരു ഞായറാഴ്ചയായി നാം ദൈവത്തെ ആരാധിക്കുന്ന ദിവസം. ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ അധ്യാപകർ, നമ്മുടെ വിദ്യാലയങ്ങളും ഒരുങ്ങി കഴിഞ്ഞു. നാളെ പ്രവേശനോത്സവമാണ്. അതിന് മുന്നമേ നാം ദൈവസന്നിധിയിൽ സകല ജ്ഞാനത്തിന്റെയും ഉറവിടമായ ദൈവസന്നിധിയിൽ
ദൈവം നൽകുന്ന ജ്ഞാനവും പരിജ്ഞാനവുമാണ് നമ്മുടെ തലമുറകളെ നല്ല ഭാവിയിലേക്ക് നയിക്കുന്നത് എന്ന ഒരു ചിന്തയിലേക്ക് എല്ലാ രക്ഷകർത്താക്കളുടെയും ശ്രദ്ധയെ ഇവിടെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജ്ഞാനം, വിവേകം, ബുദ്ധിശക്തി, ഈ 3 ഗുണങ്ങൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ പൂർണ്ണതയുടെ പ്രതീകമായി നമുക്ക് അംഗീകരിക്കുവാനായിട്ട് കഴിയും. ജ്ഞാനം ദൈവവുമായുള്ള ബന്ധത്തിലാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. വിവേകം മനുഷ്യ ജീവിതത്തെ സംബന്ധിക്കുന്ന അനുഭവമാണ്. എന്നാൽ ബുദ്ധി മനുഷ്യന്റെ കഴിവിനെ അടിസ്ഥാനമാക്കിയാണ് അതിനെ നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സത്യവേദ പുസ്തകം നാം പഠിക്കുമ്പോൾ ജ്ഞാനവും വിവേകവും ബുദ്ധിയും അത് ദൈവം ഒരുമിച്ച് നൽകുന്ന ഒരു അനുഭവമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. ഉദാഹരണം നാം ഇന്ന് പാഠമായി വായിച്ച രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ശലോമോൻ വിവേകമുള്ള ഹൃദയം ദൈവത്തോട് ചോദിക്കുകയാണ്. അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ ജ്ഞാനവും വിവേകവുമുള്ള ഹൃദയമാണ് ദൈവം ശലോമോൻ നൽകുന്നത്. 1 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം ദൈവം ശലോമോന് ജ്ഞാനവും ബുദ്ധിയും നൽകുന്നതായിട്ടും അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുന്നത് ജ്ഞാനവും വിവേകവും തന്നെ എന്ന് അവിടെ ന്യായപ്രമാണത്തിലൂടെ യഹോവയാകുന്ന ദൈവം ഇസ്രായേൽ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ദൈവത്തെ അറിയുക എന്നത് തന്നെയാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് നമ്മുടെ മക്കൾ പ്രവേശിക്കുമ്പോൾ എന്താണ് ജ്ഞാനം, പരിജ്ഞാനം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മുടെ മക്കൾ ഇന്ന് ആയിരിക്കുന്ന അനുഭവങ്ങൾ എന്താണ്, നമ്മുടെ തലമുറകളെ മുൻകാലങ്ങളിൽ നാം എങ്ങനെയാണ് വളർത്തിയത്, ഈ നാടുകളിൽ നമ്മുടെ മക്കൾ എപ്രകാരം ആയിരിക്കുന്നു, ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് മുൻപോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയ്ക്ക് മാതാപിതാക്കളുടെ വാർദ്ധക്യകാലത്ത് സന്തോഷകരമായ അനുഭവങ്ങൾക്കും വളർന്നു വരുന്ന തലമുറകൾക്ക് പുതിയ നല്ല ദിശാബോധം നൽകുന്നതിനും അത് അനുഗ്രഹപൂർണമായ അനുഭവമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 3-ാമത്തെ ചിന്ത, സഭ കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിലും ദൈവിക പരിജ്ഞാനത്തിലും വളർത്തുക എന്നുള്ളതാണ്. സഭ കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിലും ദൈവിക പരിജ്ഞാനത്തിലും വളർത്തുക. വിശ്വാസികളുടെ സമൂഹമാണ് സഭ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. ആ സഭയിലെ അവയവങ്ങളാണ് ഞാൻ നിങ്ങൾ. ഈ ഒരു ദീർഘവീക്ഷണത്തോടെ വളർന്നു വരുന്ന തലമുറകളെ ദൈവാശ്രയത്തോടുകൂടെ സകല ജ്ഞാനത്തിന്റെയും ഉറവിടമായിരിക്കുന്ന ദൈവകരങ്ങളിൽ നമ്മുടെ മക്കളെ സമർപ്പിച്ച് നല്ല ഭാവി ജീവിതങ്ങളിലേക്ക് നാം കൈപിടിച്ച് ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മക്കളെ നാം വളർത്തുന്നത് എപ്രകാരമാണ്? ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് നാം ഇന്ന് വായിച്ച ലൂക്കോസ് 2:46 യേശു ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നത് അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും യേശുവിന്റെ മാതാപിതാക്കൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാ രക്ഷകർത്താക്കളും ഒന്ന് ചിന്തിക്കുക. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നാം കാണുന്നത് എന്താണ്? ഇവിടെ യേശുവിന്റെ രക്ഷകർത്താക്കൾ യേശുവിനെ കാണുന്നത് യേശു ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുന്നതും അവരോട് ചോദിച്ച് കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹത്തോടെ ജിജ്ഞാസയോടെ തന്റെ ജീവിതത്തെ നയിക്കുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മക്കളെ നാം കാണുന്നത് ഏത് വിധത്തിലാണ്? ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സഭയിലുള്ള സ്ഥാനം, കുഞ്ഞുങ്ങൾക്ക് സഭയിലുള്ള കടമ, കുഞ്ഞുങ്ങൾക്ക് സഭയിലുള്ള ഉത്തരവാദിത്വം,
ഇവ മൂല്യച്യുതിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇന്ന് പലപ്പോഴും രക്ഷകർത്താക്കൾ പോലും ആഗ്രഹിക്കുന്നില്ല എന്റെ മക്കൾ ദൈവാലയത്തിൽ നടുതലയായി വളരണമെന്നുള്ളത്. പലപ്പോഴും ആരാധനകൾക്ക് വരാതെ നമ്മുടെ മക്കളെ മറ്റു വിദ്യാലയങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പറഞ്ഞയക്കുന്നത് രക്ഷകർത്താക്കളായ നാം തന്നെയാണ്. എന്നാൽ ഇവിടെ യേശു ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതാണ് രക്ഷകർത്താക്കൾ കാണുന്നത്. യേശു ഉപദേഷ്ടാക്കന്മാരുടെ ഉപദേശം കേൾക്കുന്നതാണ് യേശുവിന്റെ രക്ഷകർത്താക്കൾ കാണുന്നത്. യേശു ഉപദേഷ്ടാക്കന്മാരോട് ചോദിക്കുകയാണ് കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹത്തോടുകൂടെ. ഇത് കണ്ട രക്ഷകർത്താക്കളുടെ ഹൃദയത്തിന്റെ ഒരു സന്തോഷം പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് പലപ്പോഴും നമ്മുടെ മക്കളെ സഭയുടെ ശുശ്രൂഷകളിലൂടെ നയിക്കുവാനാണോ നാം ആഗ്രഹിക്കുന്നത്, അഥവാ ഈ ലോകത്തിന്റെ പിന്നാലെയാണോ പറഞ്ഞേക്കുവാൻ നാം ആഗ്രഹിക്കുന്നത്? നമ്മുടെ മക്കൾ നമ്മുടെ ദൈവാലയത്തിനകത്തിരിക്കുകയും ദൈവവചനം കേൾക്കുകയും ദൈവവചനം അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് ജ്ഞാനവും പരിജ്ഞാനവും ഉള്ള ഒരു തലമുറയായി നമുക്കവരെ വളർത്തിയെടുക്കുവാനായിട്ട് കഴിയുന്നത്. ആരാധനാലയത്തിന്റെ സ്വാധീനവും ന്യായപ്രമാണത്തിലൂടെ ലഭിച്ച ഉൾക്കാഴ്ചയും യഹോവ ഭക്തിയും ദൈവിക ജ്ഞാനത്തിൽ വളരുവാൻ യേശുവിനെ സഹായിച്ചു. അതുപോലെ നമ്മുടെ വളർന്നു വരുന്ന തലമുറകൾക്ക് ആരാധനാലയത്തിന്റെ സ്വാധീനം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ന്യായപ്രമാണത്തിന്റെ ദൈവവചനത്തിന്റെ ദൈവിക കൽപ്പനകളുടെ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവഭക്തി ഇല്ലാത്ത തലമുറയായി വളർത്തപ്പെടുമ്പോൾ എങ്ങനെ നമുക്ക് അവരെ ദൈവിക പരിജ്ഞാനത്തിൽ വളർത്തുവാനായിട്ട് കഴിയും? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന രക്ഷകർത്താക്കളെ, വളർന്നു വരുന്ന തലമുറകളെ, ദൈവാലയത്തിന്റെ സ്വാധീനവും ന്യായപ്രമാണത്തിലൂടെ ലഭിക്കുന്ന ഉൾക്കാഴ്ചയും യഹോവ ഭക്തിയുമാണ് നമ്മെ വിദ്യാഭ്യാസത്തിലൂടെ ഉന്നതിയിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കഴിഞ്ഞ തലമുറയെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കണം. അവർക്ക് ദൈവാലയം അവർക്ക് നൽകിയതായ പരിപോഷണം, സംഘടനകളിലൂടെ അവർ ആർജിച്ചതായ പരിജ്ഞാനം, അവർ ഗവൺമെന്റ് തലമായ തൊഴിലുകളിലും നല്ല വിദ്യാഭ്യാസങ്ങളിലും നല്ല ഭാവി ജീവിതങ്ങളിലും എത്തപ്പെട്ടു. എന്നാൽ ഇന്നത്തെ തലമുറകൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇന്ന് മാതാപിതാക്കൾ കണ്ണുകൾ അടച്ച് ഇരുട്ടാക്കുകയും തലമുറകൾ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവഭയമില്ലാത്ത ഒരു തലമുറയെ നാം വളർത്തിയെടുക്കുന്നു എന്ന കാര്യം സ്മരിച്ചു പോകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ ദൈവഭയത്തിലും ദൈവിക പരിജ്ഞാനത്തിലും വളർത്തുവാനാണ് സഭയും സഭയുടെ ശുശ്രൂഷകളും നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്ന് സഭയിലെ ശുശ്രൂഷകളിൽ നമ്മുടെ മക്കളെ പങ്കാളികളാക്കേണ്ടതിന് പകരം ഇന്ന് മക്കൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്ന അനേക രക്ഷകർത്താക്കളെ എനിക്കറിയാം. കഴിഞ്ഞ ആഴ്ച ഒരു മാതാവിനോട് ഞാൻ ചോദിച്ചു, എന്താ മകനെ ദേവാലയത്തിൽ കണ്ടില്ല? ഉടനെ അവർ ഉത്തരം പറഞ്ഞു, സുഖമില്ല, മരുന്ന് കുടിച്ച് ഭവനത്തിലാണ്. അടുത്ത ദിവസം ചൊവ്വാഴ്ച ആയപ്പോൾ ബൈക്കിൽ നല്ല യാത്ര ചെയ്ത് ആ മകൻ പോകുന്നതായിട്ട് കണ്ട ഒരു വ്യക്തി എന്നോട് സാക്ഷ്യം പറഞ്ഞു. ഞാനത് പറയുവാൻ കാരണം, ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കളാണ് തങ്ങളുടെ മക്കളെ ദൈവാലയത്തിലേക്ക് പറഞ്ഞയച്ചത്, പ്രോത്സാഹിപ്പിച്ചത്. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാണ് സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദൈവഭയമില്ലാത്ത ഒരു തലമുറയെ നാം വളർത്തിയെടുക്കുന്നുവോ എന്ന ഒരു ചോദ്യം. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ ദൈവഭയത്തിലും ദൈവിക ശിക്ഷണത്തിലും അച്ചടക്കത്തിലും വളർത്തിയെടുത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും. സഭ നൽകുന്ന പരിപോഷണം അത് നമ്മുടെ തലമുറകൾക്ക് നൽകുന്നുവെങ്കിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരങ്ങളിലേക്ക് നമ്മുടെ തലമുറകൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പിതാവ് എന്നോട് പറഞ്ഞ ഒരു സാക്ഷ്യം എല്ലാ രക്ഷകർത്താക്കളും ഒന്ന് ശ്രദ്ധ വച്ച് കേൾക്കുവാനായിട്ട് ഞാൻ
പറയുകയാണ്. പ്രിയമുള്ളവരെ, ഒരു പിതാവ് എന്നോട് പറഞ്ഞത്, അച്ഛാ, എന്റെ മക്കൾ പഠിക്കുവാൻ അത്ര മിടുക്കന്മാരൊന്നുമല്ല, ആവറേജ് ആയിരുന്നു എന്റെ മക്കൾ. അദ്ദേഹം പറഞ്ഞ സെന്റൻസ് ഇല്ല, എന്റെ മക്കൾ പഠന കാര്യങ്ങളിൽ ആവറേജ് ആയിരുന്നു. എന്നാൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവാലയ ശുശ്രൂഷകളിലൂടെ ഞങ്ങളുടെ മക്കളെ വളർത്തി അവർ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മക്കളെ ഉന്നതമായ നിലവാരങ്ങളിൽ എത്തിക്കണമെങ്കിൽ അവർ ദൈവകരങ്ങളിൽ കൊടുക്കണം. ദൈവകരങ്ങളിൽ കൊടുക്കുന്നതിന് പകരം ദൈവാലയത്തിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോകരുത്. ഇത് പറയുവാൻ കാരണം, കഴിഞ്ഞ ഞായറാഴ്ച ആരാധന കഴിഞ്ഞു ഞാൻ ദൈവാലയത്തിന്റെ മുൻപോട്ട് ഇറങ്ങി നിന്നു. അനേക രക്ഷകർത്താക്കൾ സൺഡേ സ്കൂളിൽ ഇരിക്കേണ്ട മക്കളെയും വിളിച്ചുകൊണ്ട് ഭവനങ്ങളിലേക്ക് പോകേ. ഞാൻ അവരെ സൺഡേ സ്കൂളിൽ ഇരിക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിച്ചു. ഉടൻ തന്നെ രക്ഷകർത്താക്കളാണ് ജാമ്യം പറയുന്നത്, ഇവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതിന് ആവശ്യമുണ്ട്, ഇതിന്റെ കാര്യങ്ങളാണ്. പ്രിയമുള്ളവര്, നമ്മുടെ പള്ളി 8 മണിക്കാണ് ആരാധന. 7:30 മണിക്ക് ഭക്ഷണം കഴിച്ച് ദൈവാലയത്തിലേക്ക് വരുന്ന സമയമുണ്ട്. ഇന്ന് പല മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ സൺഡേ സ്കൂൾ എന്ന സംഘടനയിലൂടെ ആത്മീയമായി പരിപോഷിപ്പിക്കേണ്ടതിന് പകരം അവരെ ദൈവാലയത്തിന് പുറത്തേക്ക് നയിക്കുന്ന അനുഭവങ്ങളാണ്. ഇപ്പോൾ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ആത്മബലം നൽകി വളർത്തേണ്ട ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ സൺഡേ സ്കൂൾ എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായ ഒരു കാര്യമായി കാണരുത്. പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകളിലൂടെ ദൈവവചന പരിപോഷണത്തിലൂടെ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ദൈവവചനത്തിലൂടെ പരിജ്ഞാനത്തിലേക്ക് വളർന്ന ഒരു പ്രസ്ഥാനമാണ് ഈ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത്. നമുക്കൊരു പക്ഷേ ഒരു വിലയില്ലാതെ ലഭിക്കുന്ന ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സൺഡേ സ്കൂൾ മാത്രമാണ്. നമുക്കറിയാമല്ലോ, പ്രീ കെ ജിയിലായാലും 15,000 25,000 ഡൊണേഷനും കൊടുത്ത് മാസത്തോളം 3,000 4,000 അങ്ങനെയുള്ള ഫീസുകളൊക്കെ കൊടുത്ത് പഠിപ്പിക്കാൻ നമുക്കറിയാം. എന്നാൽ സഭ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ഈ സൺഡേ സ്കൂൾ പഠനം, അത് നമ്മുടെ മക്കൾക്ക് ആത്മീയ ബലം നൽകുന്ന, ആത്മബലം നൽകുന്ന ഒരു സംഘടനയാണ് എന്ന കാര്യം മറന്നു പോകരുത്. ലൂക്കോസ് 2:40 പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. ആത്മാവിൽ ബലപ്പെടുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുവാനാണ് സൺഡേ സ്കൂളിലൂടെ സഭ ലക്ഷ്യമിടുന്നത്. ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ നാം പഠിക്കുന്ന ഒരു കാര്യം, പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ട് ദൈവകൃപയിൽ വളർന്നു. നമ്മുടെ മക്കൾ ആത്മാവിൽ ബലമുള്ളവരായി ദൈവകൃപയിൽ വളരണമെങ്കിൽ സൺഡേ സ്കൂൾ എന്ന പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ തലമുറയെ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ആത്മീയ ബലം നൽകുന്ന ഒരു സംഘടനയാണ് ഈ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത്. ചിട്ടയായ ന്യായപ്രമാണ പഠനത്തിലൂടെയും അതിന്റെ അനുഷ്ഠാനങ്ങളിലൂടെയും യേശു ആർജിച്ച ആത്മീയ ബലം, യേശുവിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, എന്തിനേറെ പറയുന്നു, കാൽവരി ക്രൂശിനെ പോലും സധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാനുള്ള ആത്മബലം നൽകിയെങ്കിൽ ഇന്ന് നമ്മുടെ മക്കൾ പകച്ചു നിൽക്കുന്ന ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിലായിരിക്കുകയാണ്. പലപ്പോഴും എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ല. ജീവിതത്തിന്റെ മുമ്പിൽ അഭിമുഖീകരിക്കേണ്ട വെല്ലുവിളികളുടെ മുമ്പിൽ ഭയാശങ്കകളോടുകൂടെ ജീവിതത്തെ നോക്കിക്കാണുന്ന പുതിയ തലമുറ എന്തിനും ഏതിനും വേദനിക്കുന്ന ഹൃദയത്തോടെ ആത്മീയമായ ബലം നഷ്ടപ്പെട്ട ജീവിത ലക്ഷ്യമില്ലാത്ത ഒരു തലമുറ ഇന്ന് വളർന്നു വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ആത്മബലമുള്ള ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ, വെല്ലുവിളികളെ സ്വയം ഏറ്റെടുക്കുവാനുള്ള മനക്കരുത്തോടെ ഒരു തലമുറയെ വളർത്തിയെടുക്കുവാനാണ് സൺഡേ സ്കൂളിലൂടെ സഭ ലക്ഷ്യമിടുന്നത്. എന്നാൽ അവിടെയും ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് സൺഡേ സ്കൂൾ അതിന്റെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട അനുഭവത്തിലൂടെയാണോ പ്രയാണം ചെയ്യുന്നത് എന്നുള്ളതാണ്.
കഴിഞ്ഞ ഞായറാഴ്ച സൺഡേ സ്കൂൾ പഠനം ആരംഭിച്ചു. ഞാൻ എല്ലാ ക്ലാസ്സുകളും ഒന്ന് അന്വേഷിച്ചു നോക്കിയപ്പോൾ 2 അധ്യാപകർ, ഒരു വിദ്യാർത്ഥി പോലും അവരുടെ ക്ലാസ്സിൽ ഇല്ല എന്ന നിരാശയോടെ ക്ലാസ്സുകളിൽ ഇരിക്കുകയാണ്. കുറച്ചുകൂടെ ഞാൻ മുമ്പോട്ട് സഞ്ചരിച്ചപ്പോൾ 7 സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ അധ്യാപകരുമില്ല. അപ്പോൾ സൺഡേ സ്കൂളിന്റെ ലക്ഷ്യം മറന്നുപോയോ എന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ നാളുകളിൽ നമ്മുടെ സൺഡേ സ്കൂൾ എന്ന പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകർ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവം തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആത്മബലം നൽകുന്ന, പരിജ്ഞാനം നൽകുന്ന, ദൈവിക ശിക്ഷണം നൽകുന്ന ഒരു ശുശ്രൂഷയാണ് നിർവഹിക്കപ്പെടുന്നത്. അത് വളരെ വിശ്വസ്തയോടും ദൈവഭയത്തോടുകൂടെ നിർവഹിക്കപ്പെടുന്നുവെങ്കിൽ, തലമുറകളെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും. വിദ്യാഭ്യാസത്തിലൂടെ അറിവ് നേടുക, അതിനോടൊപ്പം ഉപജീവനം കണ്ടെത്തുക, ഇതാകുന്നു ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. വിവര സാങ്കേതിക വിദ്യ ലോകത്തിന്റെ കേന്ദ്രമാവുകയും ജ്ഞാനസമ്പാദനം മത്സരാധിഷ്ഠിതമാവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയിലേക്ക് നമ്മുടെ മക്കളെ നയിക്കാതെ സകല ജ്ഞാനത്തിന്റെയും ഉറവിടമായ ദൈവകരങ്ങളിൽ നമ്മുടെ മക്കളെ നൽകി സൺഡേ സ്കൂൾ ഞായറാഴ്ച ഒരു ദിവസം ഒരു 45 മിനിറ്റ് സമയം നമ്മുടെ മക്കളെ ദൈവവചന പഠനത്തിലൂടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ ആത്മബലമുള്ളവരായി നാം നയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് സൺഡേ സ്കൂൾ അധ്യാപകർ കുറച്ചുകൂടെ പ്രതിജ്ഞാബദ്ധമായി ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളിൽ ആരെങ്കിലും ഒരു വിദ്യാർത്ഥി വഴിതെറ്റി പോയാൽ അതിന്റെ കണക്ക് നാം ദൈവത്തോട് പറയേണ്ടവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സൺഡേ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ആത്മബലമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുക സൺഡേ സ്കൂൾ പ്രതിജ്ഞാബദ്ധമാണ്. നമ്മുടെ രക്ഷകർത്താക്കൾ അതിന് തങ്ങളുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധത്തിൽ വളർത്തുക. ഒന്നാമത് സഭ, അതോടൊപ്പം സൺഡേ സ്കൂൾ ഇനി മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ലൂക്കോസ് 2:52 യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. ദൈവത്തോടും മനുഷ്യരോടുമുള്ള ശരിയായ ബന്ധം നിലനിർത്തുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് പരിശീലിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തോടുള്ള നമ്മുടെ മക്കളുടെ ബന്ധം എപ്രകാരമായിരിക്കുന്നു? മാനുഷിക ബന്ധങ്ങളിലെ നമ്മുടെ മക്കൾ അതിനെ എപ്രകാരം കാത്തു സൂക്ഷിക്കുന്നു? ഇതൊക്കെ രക്ഷകർത്താക്കൾ വളരെ ശ്രദ്ധയോടെ ചിന്തിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തേണ്ടതായ ഒരു അനുഭവമാണ്. അപ്പോൾ യേശുവിന്റെ മാതാപിതാക്കൾ യേശുവിനെ വളർത്തിയത് ദൈവത്തോടും മനുഷ്യരോടുമുള്ള ബന്ധത്തിലാണ്. ഒന്നാമത് ദൈവവുമായുള്ള ഒരു ബന്ധം നമ്മുടെ മക്കൾക്ക് നാം പകർന്നു കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് ദൈവവുമായുള്ള ബന്ധം നാം പകർന്നു കൊടുക്കണമെങ്കിൽ നാം ദൈവവുമായുള്ള ഒരു ബന്ധത്തിലായിരിക്കുക. രണ്ടാമത്, മാനുഷിക ബന്ധങ്ങളിലെ പവിത്രതയും സൗഹൃദവും ഊഷ്മളതയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അതായത് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് എപ്രകാരം പ്രവർത്തിക്കുന്നുവോ, എപ്രകാരം സംസാരിക്കുന്നുവോ, എപ്രകാരം ഇടപെടുന്നുവോ, അതാണ് എൻ്റെ മക്കൾ പഠിക്കുന്നത്. മറന്നു പോകരുത്. നമ്മുടെ ബന്ധുജനങ്ങളോട് നാം എപ്രകാരമാണ് ഇടപെടുന്നത്, അവരുമായുള്ള ബന്ധം നാം എപ്രകാരമാണ് കാത്തു സൂക്ഷിക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ മക്കളുടെ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവവും മനുഷ്യനുമായുള്ള നല്ല ബന്ധത്തിൽ നമ്മുടെ മക്കൾ വളർത്തപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഈ ഒരു ശുശ്രൂഷ നിർവഹിക്കേണ്ടത് രക്ഷകർത്താക്കളാണ്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി സമ്പത്തുകൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ സകല ജ്ഞാനത്തിന്റെയും ഉറവിടമാകുന്ന ദൈവത്തിലേക്ക് തങ്ങളുടെ മക്കളെ നയിക്കുകയും ആ ദൈവിക ചിന്തയിലൂടെ മാനുഷിക ബന്ധങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട
നമ്മുടെ ജീവിതം സാർത്ഥകമായിരുന്ന സന്തോഷകരമായ അനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ സാധിക്കും. ഇന്ന് ആധുനിക കുടുംബ സംവിധാനങ്ങളിലെല്ലാം പലവിധമായിരിക്കുന്ന മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മക്കളെ സംരക്ഷിക്കുവാനും താലോലിക്കുവാനും സ്നേഹിക്കുവാനും സമയമില്ലാത്ത രക്ഷകർത്താക്കൾ. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ സ്നേഹത്തിന്റെ വേലിക്കെട്ടിൽ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. സ്നേഹം മനസ്സിലല്ല വച്ചിരിക്കേണ്ടത്, നമ്മുടെ മക്കളുടെ മുമ്പിൽ നാം പ്രകടിപ്പിക്കണം. നാം നമ്മുടെ മക്കളുടെ മുമ്പിൽ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴാണ് എന്റെ രക്ഷകർത്താക്കളിൽ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന ഒരു ചിന്തയിലേക്ക് നമ്മുടെ തലമുറ വളരുന്നത്. അങ്ങനെ സ്നേഹത്തിന്റെ വേലിക്കെട്ടിൽ നാം ഇവരെ സംരക്ഷിക്കപ്പെടുമ്പോൾ അവരെ പത്യോപദേശത്തോടെ വളർത്തേണ്ടതും രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വമാണ്. ഇന്ന് മക്കൾ വളരുന്നത് പോലെ വളർത്തുവാനല്ല ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് മക്കളുടെ ആശയങ്ങളും ചിന്തകളും അപാരമാണ്. അതനുസരിച്ച് നാം ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ പ്രിയമുള്ളവരെ ജീവിത പരാജയത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകും. അവർ കണ്ട ജീവിതമല്ല രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത്. അനുഭവങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ദൈവവചനത്തിലും അധിഷ്ഠിതമായ ഉപദേശങ്ങളാണ് നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്. ഇപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് ശരിയായ ശിക്ഷണവും പത്യോപദേശവും നൽകുവാൻ മറന്നു പോകരുത്. എഫെസ്യർ 6:4 പറയുന്നത് കർത്താവിന്റെ ബാലശിക്ഷയിൽ പത്യോപദേശത്തിലും കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തേണ്ട ആവശ്യകതയെ കുറിച്ചാണ്. മക്കൾ വളരുന്നത് പോലെയല്ല വളരേണ്ടത്. മക്കളെ നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വളർത്തുകയാണ് ചെയ്യേണ്ടത്. ഇന്ന് പലപ്പോഴും മക്കൾ വളരുന്നത് പോലെ അവരുടെ പിന്നാലെ നയിക്കപ്പെടുന്ന രക്ഷകർത്താക്കൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അവിടെയാണ് മൂല്യച്യുതികൾ സംഭവിക്കുന്നത്. ദൈവഭയമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാനാണ് ദൈവം നമുക്ക് മക്കളെ നൽകിയിരിക്കുന്നത് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുകയാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയുടെ കൽപ്പനകൾ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട ആവശ്യകതയെ കുറിച്ച് അവിടെ പറയുകയാണ്. 2 തിമോത്തിയോസ് 1:5 പറയുന്നത്, തിമോത്തിയോസിനെ കുറിച്ച് അവിടെ പറയുന്നത്, നിന്റെ അമ്മയിലും അമ്മുമ്മയിലും കണ്ട വിശ്വാസമാണ് നിന്നിലുള്ളത്. അതായത് മാതാപിതാക്കളിലുള്ള വിശ്വാസമാണ് മക്കളിലേക്ക് പകരപ്പെടുന്നത്. മാതാപിതാക്കളുടെ ജീവിത മൂല്യങ്ങളാണ് മക്കളിലേക്ക് പകരപ്പെടുന്നത്. മാതാപിതാക്കളുടെ ദൈവാശ്രയമാണ് മക്കളെ ദൈവാശ്രയത്തിലേക്ക് വഴി നടത്തുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആരാധനകളിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് പിടിച്ച് ദൈവഭയമുള്ള, പരിജ്ഞാനമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും, പ്രത്യേകിച്ച് പരിശുദ്ധ ഇടവകയെയും സൺഡേ സ്കൂൾ എന്ന പ്രസ്ഥാനത്തെയും എല്ലാ രക്ഷകർത്താക്കളെയും ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.